വ്യാഴാഴ്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണിത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകൾക്കും യുവാക്കൾക്കും ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കാർഷിക മേഖല, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. നികുതി ഇളവുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വിളിച്ച സർവകക്ഷി യോഗം രാവിലെ 11:30 നടക്കും. ഈ സർവകക്ഷി യോഗത്തിൽ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിക്കും. അതേസമയം തുടർച്ചയായ 6ാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം നിർമ്മല സീതാരാമൻ എത്തും. മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിച്ച യശ്വന്ത് സിൻഹ തുടങ്ങിയ മുൻഗാമികളുടെ റെക്കോർഡുകൾ മറികടക്കും. രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.